നീ ഇത് കൊറേ നേരം ആയല്ലോ നിലവത്ത് അഴിച്ചിട്ട് കോഴീനെ പോലെ റൂമിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇതെന്ന് പറ്റിയേ? അതില്ലേട്ടാ, എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു സംശയം ചോദിച്ചേ, കടലിൽ തിരമാല ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എനിക്കതിന് ഉത്തരം അറിയാം, പക്ഷെ എന്നാലും ഒരു സംശയം. നീ എന്തായാലും ഈ ഫിസിക്സിലെ PhD ഒക്കെ എടുത്തല്ലേ, നീ ഒന്ന് പറഞ്ഞുതരൂ എങ്ങനെ ഉണ്ടാകുന്നത്? ഇതിന്റെ ഉത്തരം അറിയാൻ വേണ്ടിട്ട് നമുക്ക് വലിയ ഫിസിക്സ് PhD ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ അല്ലേ? നമ്മളെ കോമൺ സെൻസ് മാത്രം യൂസ് ചെയ്താൽ മതി. നീ ആലോചിച്ച് നോക്ക്, ഈ ലോകത്ത് ടോട്ടൽ എത്ര രാജ്യങ്ങളുണ്ട്? കൊറേ രാജ്യങ്ങളുണ്ട്. കൊറേ അല്ല, കറക്റ്റ് പറഞ്ഞ ഏകദേശം 200 മുകളിൽ രാജ്യങ്ങളുണ്ട്. ഈ 200 രാജ്യങ്ങൾക്കും കൂടി ഏകദേശം എത്ര കപ്പലുണ്ട് എന്നറിയാം? ഒരു രാജ്യത്തിന് ഒരു 20,000 കപ്പൽ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക് എത്ര കപ്പലുണ്ട്. അതുപോലെ എത്ര ബോട്ടുണ്ട് ഒരു രാജ്യത്തിന്? ഏകദേശം ഒരു രാജ്യത്തിന് 2 ലക്ഷത്തോളം ബോട്ട് ഉണ്ടാവും. അപ്പൊ എല്ലാം കൂടി കൂട്ടി നോക്ക്, എത്ര കപ്പലും ബോട്ടും ആണ് ഈ കടലിലൂടെ എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്ക്. ഈ ബോട്ടിനും കപ്പലിനെല്ലാം എഞ്ചിനുണ്ട്. ആ എഞ്ചിന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ കറങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അകന്നു പോകും. ഇതാണ് നമ്മൾ എന്തായിട്ട് തിരമാലയായിട്ട് നമ്മൾ കാണുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും വലിയ PhDയും ഇതൊന്നും വേണ്ട ആവശ്യമില്ല. കോമൺ സെൻസ് മാത്രം മതി. അപ്പൊ ഏട്ടാ, ഈ രാത്രിയും പകലും എല്ലാം തിരമാല വരുന്നില്ലേ, അതെങ്ങനെയാ? രാവിലെ ആവുമ്പോ തിരമാല ഉണ്ടാക്കുന്നത് ഇന്ത്യൻ കപ്പല്, രാത്രി ആവുമ്പോ തിരമാല ഉണ്ടാക്കുന്നത് അമേരിക്കൻ കപ്പല്. ഇവിടെ രാത്രി ആവുമ്പോ അമേരിക്കയിൽ രാവിലെയാണല്ലോ. ചേടാ, അങ്ങനെയാന്നല്ലേ കടലിൽ തിരമാല ഉണ്ടാകുന്നത്? ഞാൻ വിചാരിച്ച് കടലിൽ കൊറേ മീനില്ലേ, ഈ മീനുകളെല്ലാം കൂടി ഒന്നിച്ച് തുള്ളുമ്പോ വെള്ളം ഇങ്ങനെ അനങ്ങൂലേ, അങ്ങനെയാ തിരമാല ഉണ്ടാകുന്ന ഞാൻ വിചാരിച്ചത്. ഞാനെങ്ങാനും ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ ഇനി വിളിക്കല്ലേ, കുട്ടീനെ വിളിച്ചിട്ട് ഉത്തരം പറയല്ലേ. കപ്പലിളകുമ്പാന്ന് എന്തുണ്ടാവുക? തിരമാല ഉണ്ടാവും. നീ വേഗം പോയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് വാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കുട്ടിനോട് എന്നെ വിളിക്കാൻ പറഞ്ഞോ. ഞാൻ നമ്പർ കൊടുത്തേട്ടാ.